ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. അതിലൊരു പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എ കാർ റണ്ണിങ് അറ്റ് ദ റേറ്റ് ഓഫ് 36 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 80 seconds. ഫൈൻഡ് റീറ്റാർഡേഷൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിഫോർ കംസ് ടു റെസ്റ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു 36 km/h. അതിനുശേഷം 80 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലേക്ക് എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് 36 തന്നിരിക്കുന്നത്. സോ യു ഈസ് ഈക്വൽ ടു 36 km/h. നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനെന്ത് ചെയ്യണം? 36 × 5/18 ചെയ്യുക. 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനി ഫൈനൽ വെലോസിറ്റി എന്ത് വരും? 80 സെക്കൻഡ് കൊണ്ട് അത് റെസ്റ്റിലേക്ക് എത്തി എന്ന് പറഞ്ഞു. റെസ്റ്റിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. സോ ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു 0. ദെൻ ടൈം എത്രയാണ്? 80 സെക്കൻഡാണ്. സോ t ഈസ് ഈക്വൽ ടു 80 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റീറ്റാർഡേഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീറ്റാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ റീറ്റാർഡേഷൻ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ആക്സിലറേഷൻ തന്നെ കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു നെഗറ്റീവ് സൈൻ കയറി വന്നോളൂ. അപ്പോൾ കിട്ടുന്ന ഉത്തരം റീറ്റാർഡേഷൻ ആയിക്കോളും. സോ ആക്സിലറേഷൻ ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു v - u/t ആണ്. വിയുടെ വാല്യൂ എത്രയാണ്? v 0 ആണ്. 0 ഇട്ട് കൊടുക്കുന്നു. മൈനസ് u എത്രയാണ്? 10 ആണ്. ഡിവൈഡഡ് ബൈ t 80 ആണ്. ഇപ്പോൾ എന്ത് വന്നു? 10/80 എന്ന് വന്നു. 0യും 0യും പോയിട്ട് -1/8 എന്ന് കിട്ടി. യൂണിറ്റ് എന്ത് വരും? ആക്സിലറേഷൻ ആകുമ്പോൾ m/s². റീറ്റാർഡേഷൻ ആണെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? നെഗറ്റീവ് സൈൻ ആണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ റീറ്റാർഡേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിഫോർ കം ടു റെസ്റ്റ്. അതായത് റെസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തുമാത്രം ദൂരം അത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ എന്ത് വരും? S ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ടേംസും കണ്ടുപിടിക്കേണ്ട ടേമും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം u ഉണ്ട്, v ഉണ്ട്, t ഉണ്ട്, a ഉണ്ട്. S കണ്ടുപിടിക്കണം. സോ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². അപ്പോൾ എന്ത് വരും? യുവിൻ്റെ സ്ഥാനത്ത് യുവിന് വാല്യൂ ഉണ്ട് 10 × ടൈം എത്രയാണ്? 80 സെക്കൻഡാണ്. പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ -1/8 ആണ്. ഇൻറ്റു t² എത്ര വരും? 80ൻ്റെ സ്ക്വയർ. 80 × 80. എന്തെഴുതാം? 800 മൈനസ് 1/2 × 1/8 × 80 × 80 എന്നാണ് വന്നിരിക്കുന്നത്. 8 ഇത് കട്ട് ചെയ്ത് ഇവിടെ 10 എന്ന് എഴുതാം. ഇവിടുത്തെ കട്ട് ചെയ്ത് 40 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 800 മൈനസ് 400 ഇസ് ഈക്വൽ ടു 400. ഡിസ്റ്റൻസ് ആകുമ്പോൾ യൂണിറ്റ് എന്താണ്? മീറ്റർ.